നമസ്കാരം. ഈ വിഷുവോടുകൂടി ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നല്ല സമയം തെളിയാൻ പോവുകയാണ്. ഒരു തരത്തിലും ഇനി ദുഃഖിക്കേണ്ടി വരികയില്ല. ജീവിതത്തിൽ അതുവരെ നിലനിന്നിരുന്ന എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ നക്ഷത്രക്കാരെ വിട്ടകലാൻ പോവുകയാണ്. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. സന്തോഷമില്ലാത്ത അവസ്ഥ, ജോലിയിൽ ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പഠനം വരെ മുടങ്ങിയ ആളുകളുണ്ട്. നല്ലൊരു ജോലി ലഭിച്ചിട്ടും അതിൽ തുടർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കളഞ്ഞിട്ട് പോരുന്നവരുണ്ട്. വിദേശത്തേക്ക് പോകാൻ ഒരുപാട് നാളായി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരുണ്ട്. ഒരു കാര്യങ്ങളും അങ്ങോട്ട് സാധിക്കുന്നില്ല, ഒന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല. ആകെ ഒരു ചുഴിയിൽപ്പെട്ട അവസ്ഥ. എങ്ങോട്ട് തിരിഞ്ഞാലും കടവും കടത്തിൻ്റെ മേൽ കടവുമായിട്ട് ദുഃഖങ്ങളും വിഷമങ്ങളും. ഒന്ന് ചിരിക്കാനോ കുട്ടികളോട് പോലും ഒന്ന് സമയം ചിലവഴിച്ച് അവരുടെ വിഷമങ്ങൾ കേൾക്കാനോ അവരുടെ സന്തോഷ വർത്തമാനങ്ങൾ കേൾക്കാനോ ഒന്നും മനസ്സ് പാകപ്പെടുന്നില്ല. അത്രത്തോളം ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക വിഷമതകൾ, ദുഃഖങ്ങൾ, അലച്ചിലുകൾ അല്ലാതെ ഒരു ജീവിതത്തിൽ ഒന്നും തന്നെ സന്തോഷിക്കാൻ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ അവസ്ഥയ്ക്കാണ് ഏപ്രിൽ 14 മുതൽ മാറ്റം വരാൻ പോകുന്നത്. കോടീശ്വര യോഗമാണ് തെളിയുന്നത്. സഹസ്ര കോടീശ്വര യോഗം തെളിയുകയാണ്. മഹാഭാഗ്യമാണ് വരാൻ പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാകാൻ പോവുകയാണ്. 100% പ്രശ്നങ്ങളും ഒഴിഞ്ഞൊരു വ്യക്തികളില്ല ഈ ലോകത്ത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ട് ഒരു 90% പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്നതിൽ ഒരു സംശയവും വേണ്ട. അത്രത്തോളം ഭാഗ്യദായകമായ ഒരു വർഷക്കാലം ഏപ്രിൽ 14 മേടം 1 മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടുന്നത് പ്രാർത്ഥനയാണ്. മനം അറിഞ്ഞ് ദൈവത്തെ നല്ലതുപോലെ പ്രാർത്ഥിച്ചോളൂ. അതുമാത്രമാണ് എപ്പോഴും പറഞ്ഞു തരാനുള്ളത്. കുടുംബ പരദേവതയെ ദർശിക്കുക. അടുത്തുള്ള സ്ഥലദൈവത്തിന്, ഏതൊരു മംഗളകർമ്മത്തിന് പോകാൻ പുറപ്പെടുന്നതിന് മുന്നേ ആ തടസ്സം മാറാൻ അടുത്തൊരു ഗണപതി ക്ഷേത്രം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗണപതി ഭഗവാൻ ഉപപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രമായാലും മതി. അങ്ങനെ എല്ലാ ക്ഷേത്രത്തിലും ഉണ്ടല്ലോ. അവിടെ ചെന്ന് ഒരു നാണയം തലയ്ക്കൊഴിഞ്ഞ് വഞ്ചിയിൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ ഒരു നാളികേരം നടയിൽ ഉടയ്ക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് ഭഗവാന്റെ ഒരു കരുതലുണ്ടാകും. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് സഹസ്ര കോടീശ്വര യോഗം ഏപ്രിൽ 14 മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷമതകളും എല്ലാ ദുഃഖങ്ങളും അവസാനമാകാൻ പോവുകയാണ്. ഭാഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, നേട്ടത്തിൻ്റെ, സമൃദ്ധിയുടെ സമയം ഏപ്രിൽ 14 മേടം 1 മുതൽ തുടങ്ങാൻ പോവുകയാണ്. ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. ഏപ്രിൽ 14 മേടം 1 മുതൽ, അതായത് മേടവിഷു മുതൽ ജീവിതത്തിൽ ഭാഗ്യ അനുഭവങ്ങൾ വരാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ ഭരണി നക്ഷത്രമാണ്. സമയം തെളിയുകയാണ് ഭരണി നക്ഷത്രക്കാർക്ക്. ഈ വിഷുവിന് ശേഷമുള്ള സമയം വളരെയധികം ഉയർച്ചയും നേട്ടവുമാണ്. അധ്വാനത്തിൻ്റെ ഫലം കണ്ടെത്താൻ സാധിക്കും. അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഫലം കയ്യിൽ നിൽക്കുന്നില്ല. ഒരു വിവാഹമൊക്കെ കഴിച്ച് സന്തോഷമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ കയ്യിൽ ഒരു വിവാഹത്തിന് താലിമാല വാങ്ങിക്കാൻ പോലുമുള്ള ധനം തികയുന്നില്ല എന്നൊരവസ്ഥ തന്നെയല്ലേ നിങ്ങൾക്കിപ്പോഴുള്ളത്. ആ അവസ്ഥയ്ക്ക് ഭരണി നക്ഷത്രക്കാരായ പുരുഷന്മാർക്കുള്ള അവസ്ഥ തന്നെ പറയുകയാണ്. വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീർപ്പാക്കുന്നുണ്ട്, പക്ഷേ ഒരു വിവാഹം നടത്തണമെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ ആലോചിക്കും. കയ്യിലേക്ക് ലുബ്ധിച്ചുള്ള പൈസ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നടത്താനുള്ള ധനം കയ്യിലില്ലാത്ത അവസ്ഥ. അതിനുകൂടിയാണ് ഇവിടെ മാറ്റം വരാൻ പോകുന്ന കോടീശ്വര യോഗമാണ്. നിങ്ങളുടെ വിഷമങ്ങളൊക്കെയും ഉടൻ തന്നെ മാറുന്നതാണ്. ഭഗവാൻ കണ്ണു തുറക്കുന്ന സമയമാണ്. ജീവിതത്തിൽ നടപ്പിലാകില്ല എന്ന് പറഞ്ഞ് നിങ്ങളും അല്ലെങ്കിൽ ലോകം പോലും തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും ഈ ജീവിതത്തിൽ നിങ്ങൾ നടത്തി കാണിക്കുന്ന ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക്. ജീവിത വഴിത്താരയിൽ ഒരുപാട് അനുഭവിച്ചില്ലേ, ആ അനുഭവത്തിനൊക്കെ മാറ്റമായി ഒരു മറുമരുന്നായിട്ട് വളരെ അധികം ഭാഗ്യദായകമായ സമയമാണ് ഈ വിഷുവോടുകൂടി എത്താൻ പോകുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ ഏപ്രിൽ 14 മാറ്റങ്ങൾ കാത്തിരുന്നുകൊള്ളൂ. രണ്ടാമത്തെ നക്ഷത്രം പൂയമാണ്. കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ നടക്കുന്ന സമയമാണ്. കുടുംബത്തിൽ അഭിവൃദ്ധിയും സന്തോഷവും വിഷുവോടുകൂടി എത്തുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, വിഷമങ്ങൾ ഉണ്ടായിരുന്നു, ദാമ്പത്യ ജീവിതത്തിൽ വരെ കല്ലുകടികൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറുകയാണ്. നിങ്ങൾ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതിന് പക്ഷേ സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളാണ് ആ കാര്യം മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത്. അപ്പോൾ ആ ആഗ്രഹിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ധനമാണ് ആവശ്യമായിട്ടുള്ളത്. ആ ധനം നിങ്ങളുടെ കയ്യിലേക്ക് ഭഗവാൻ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ്. ധനധാന്യ സമൃദ്ധി, ധനമൊന്നും ഒഴിയാതെയുള്ള ഒരു വർഷക്കാലം ഈ മേടം മുതൽ അടുത്ത മേടം വരെയുള്ള സമയം വളരെയധികം ഭാഗ്യം നിങ്ങൾക്കുണ്ട്. ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ വെച്ചടി ഉയർച്ച തന്നെയാണ് പൂയം നക്ഷത്രക്കാർ വരുന്ന ഒരു വർഷക്കാലം.
അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഒരു സമയമാണ്. ഏപ്രിൽ 14 മുതൽ ആരംഭിക്കുന്ന കോടീശ്വര യോഗമാണ് ആരംഭമാകുന്നത്. പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുണ്ട്. ധനമില്ലാത്ത അവസ്ഥ. ഇനി ധനം കണ്ട് നിങ്ങളുടെ തന്നെ കണ്ണു മഞ്ഞളിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത്. അത്രത്തോളം ഭാഗ്യദായകമായ സമയമാണ്. ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് കോടീശ്വര യോഗം നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അഭിവൃദ്ധി, കുതിച്ചുചാട്ടം ഇതൊക്കെയും ഉണ്ടാകാൻ പോവുകയാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക്, വാഹനവുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെയും വളരെയധികം ഭാഗ്യദായകമായ സമയമാണ്. ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ നിങ്ങൾ സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുക. സർപ്പങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുക. കാരണം ആയില്യം നക്ഷത്രക്കാർക്ക് സർപ്പദൈവങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നിങ്ങൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് സർപ്പദൈവങ്ങൾക്ക് പ്രീതികരമായ പല കാര്യങ്ങളും ചെയ്താൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലും സന്തതി പരമ്പരകൾക്ക് വരെ ഉയർച്ചയും നേട്ടവും അംഗീകാരവും പ്രശസ്തിയും പിടിച്ചു പറ്റുന്നതിന് സാധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിതത്തിനൊരു മാറ്റവുമായിട്ടാണ് ഈ വിഷുക്കാലം വരുന്നത്. നിരവധി അംഗീകാരം, നേട്ടം ഇതൊക്കെ എത്താനുള്ള ഭാഗ്യമുണ്ട്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ജോലിയിൽ പ്രൊമോഷനും അല്ലെങ്കിൽ ഉദ്യോഗ സംബന്ധമായി തന്നെ നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ലഭിക്കാതെ പോയ അംഗീകാരമൊക്കെ ഇനി ലഭിക്കാനുള്ള സമയമാണ്. അംഗീകാരവും സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിക്കുവാനും പദവികൾ അലങ്കരിക്കാനൊക്കെയുള്ള ഭാഗ്യം ഈ ഏപ്രിൽ 14 നിങ്ങൾക്ക് വന്നണയുന്നതാണ്. അനിഴമാണ് അടുത്ത നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്കും ധാരാളം ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭൂമി വാങ്ങാനൊക്കെയുള്ള ഭാഗ്യം തെളിയുന്നുണ്ട്. മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ക്രയവിക്രയങ്ങൾക്ക്, അതായത് ഭൂമി, വസ്തു, അതായത് വാഹനങ്ങൾ, വീട്, അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ക്രയവിക്രയം നടത്താനും വാങ്ങാനും വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നടക്കാതിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വിൽക്കാനും അതുവഴി ധനം കയ്യിലേക്ക് എത്താനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. ഏറ്റെടുത്തിരിക്കുന്ന ജോലികളൊക്കെ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചില സമയങ്ങളിൽ ജോലികളാകട്ടെ അല്ലെങ്കിൽ ഒരു നല്ല ജോലിക്കായി അലഞ്ഞിട്ട് കിട്ടിയ ജോലിയിൽ പോലും ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തെന്നാൽ തടസ്സങ്ങളാണ്. ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞ് അവസാനം കിട്ടിയ ജോലി, പക്ഷേ അതിലും ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. കുടുംബക്ഷേത്ര ദർശനം അനിവാര്യമാണ്. അവിടെ വേണ്ടുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുടുംബ പരദേവതയുടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെന്ന് കാണുന്നില്ല, വർഷാവർഷം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ വരുമ്പോൾ അതൃപ്തി ഉണ്ടായിട്ടുണ്ടെങ്കിലും ജോലിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഒരു സ്ഥിരത അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നേക്കാം. അതുകൊണ്ട് കുടുംബക്ഷേത്ര ദർശനം അനിവാര്യമായ സമയമാണ്. പലപ്പോഴും അവസരങ്ങൾ വന്നിട്ടും തട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. ഇനി അതൊക്കെ മാറുകയാണ്. അവസരങ്ങൾ നിങ്ങളെ തേടി വരികയും അത് നിങ്ങൾക്ക് ഗുണകരമായി മാറുകയും ചെയ്യുന്ന സമയമാണ് ഏപ്രിൽ 14 ആരംഭമാകാൻ പോകുന്നത്. ഉത്രാടമാണ് അടുത്ത നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ വിഷുവോടുകൂടി വന്നണയുന്നുണ്ട്. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. യാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ്. കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം തനിച്ചുമൊക്കെ ഉല്ലാസ യാത്രകൾക്കൊക്കെ ഭാഗ്യം കാണുന്നുണ്ട്. നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കാനുള്ള ഒരു സമയം കൂടി ആഗതമായിരിക്കുന്നു. അത് വിവാഹത്തെക്കുറിച്ചാകാം, ജോലിയെക്കുറിച്ചാകാം, അങ്ങനെ എന്തുമാകാം. പല നിർണായക തീരുമാനങ്ങൾ എടുക്കാനും അത് വിജയത്തിൽ എത്തിക്കാനുമൊക്കെ ഈ ഒരു ഏപ്രിൽ 14 നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചതയമാണ് അടുത്ത നക്ഷത്രം. ചതയം നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ, നേട്ടങ്ങൾ, ഐശ്വര്യം ഒക്കെ വരാൻ പോവുകയാണ് ഏപ്രിൽ 14 അടുത്ത ഒരു മേടമാസം വരെയുള്ള. അപ്പോൾ 2026 മേടം വരെ വളരെയധികം നല്ല സമയമാണ്. പലപ്പോഴും പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും. ആവശ്യത്തിന് ഓരോ കാര്യത്തിൻ്റെ പുറകെ ആവശ്യം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും, ജോലിയുടെ കാര്യം അല്ലെങ്കിൽ ധനത്തിന് വേണ്ടി ലോണ്, അങ്ങനെ പല കാര്യങ്ങൾക്കും പോയിട്ടും അതൊക്കെ മുടക്കം സംഭവിച്ചിട്ടുണ്ട്. ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു ചതയം നക്ഷത്രക്കാർക്ക്. ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുകയാണ്. കർമ്മരംഗം വളരെയധികം ശോഭനമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉയർച്ചയാണ്. കൂടാതെ ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഉയർച്ചയുടെ സമയം തന്നെയാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ജോലിയുടെ ഓഫറുകളൊക്കെ പ്രതീക്ഷിക്കാതിരിക്കും. അതായത് നമ്മൾക്ക് ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ നമ്മളത് അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടുമോ എന്ന് അറിയത്തില്ല, എനിക്കതിനുള്ള ഭാഗ്യമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും നിനച്ചിരിക്കാതെയുള്ള ഭാഗ്യങ്ങളാണ് ഏപ്രിൽ 14 മുതൽ ലഭിക്കാൻ പോകുന്നത്.
കോടീശ്വര യോഗമാണ്. അതിനെ വെറുതെ തള്ളിക്കളയരുത് പറയുന്ന കാര്യങ്ങൾ. കാരണം അത്രത്തോളം ഭാഗ്യദായകമായ നക്ഷത്രക്കാരെ നമ്മൾ നോക്കിയതിന് ശേഷമാണ് ഇതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. വളരെ ഭാഗ്യമാണ്. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ പോകില്ല. നിങ്ങളെപ്പോഴും പറയും ഇതെന്നും ഡെയിലി പറയുന്നല്ലോ കേൾക്കുന്നല്ലോ എന്ന്. പക്ഷേ അത് വളരെ വലിയ മാറ്റങ്ങളെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതൊന്നും കാണാതെ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്ന ചില സമയങ്ങളിൽ ഗ്രഹമാറ്റങ്ങൾ ഉള്ളതുകൊണ്ട് ചില നക്ഷത്രക്കാരുടെ കാര്യം കേസ് വഴക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവും എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരുപാട് നക്ഷത്രക്കാർക്ക് അതൊക്കെ മാറി എന്ന് പറഞ്ഞ് നമുക്ക് കമൻറ്റൊക്കെ ചെയ്യാറുണ്ട്, നമ്മൾ പേഴ്സണലായിട്ടും പറയാറുണ്ട്. അപ്പോൾ ഒന്നിനെയും നമ്മളത് ശരിയായില്ല എന്ന് പറഞ്ഞ് തട്ടിക്കളയരുത്. അതൊക്കെയും നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. വളരെയധികം ഭാഗ്യവുമായിട്ടാണ് 2025 മേട വിഷു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.